മാസ്റ്റർ നിന്നോട് ചോദിക്കുന്നത് നിനക്ക് ഈ 1, 2, 3 ആണോ പ്രശ്നം? ഞാൻ 5, 6, 7 പറയട്ടെ. അപ്പൊ ഞാൻ നിങ്ങളിനി ABCD പറഞ്ഞാലും എന്നെ കൊണ്ട് ഇത് പറ്റുന്ന തോന്നുന്നില്ല. ഈ പൃഥ്വി ഒന്നും ഒരിക്കലും കോസ്റ്റാർ അല്ല, എനിക്ക് അദ്ദേഹം സ്റ്റാറാണ്. അത്ര വലിയൊരു ക്ലാരിറ്റി ഇല്ലാത്ത സമയത്ത് വർക്ക് ചെയ്തിരുന്ന കുറച്ച് ആളുകളുണ്ട്. അവരുടെ കൂടെ ഒന്നും കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇപ്പം എടുത്തു പറയണ അമൽ നീരദിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം. ഞാൻ ബാച്ചിലർ പാർട്ടി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ ഞാൻ എലിജിബിൾ അല്ലായിരുന്നു. എനിക്ക് സോങ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് പ്രത്യേകിച്ച് ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്കൂളിൽ ഒന്നും അങ്ങനെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഒന്നും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ ഈ ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ഇതിൽ വന്ന് നിന്നതും ഒക്കെ. അപ്പൊ അതിൽ ഏറ്റവും പേടിയുള്ള ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം എനിക്ക് സോങ് ഷൂട്ടാണ്. കാര്യം നമ്മൾ നോർമൽ ലൈഫിൽ ചെയ്യുന്ന ഒരു കാര്യമല്ല സോങ് ഷൂട്ട്. നമ്മൾ ഈ റൊമാൻസ് കാണിക്കുന്നതും പോയി നിൽക്കുന്നതും അതെനിക്ക് ഭയങ്കര. എൻ്റെ ഫസ്റ്റ് ഡാൻസ് സോങ് അപൂർവരാഗത്തിനാണ്. ഇപ്പം ഞാൻ കുറേ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ തലേന്ന് ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിട്ട് എനിക്കൊരു പേപ്പർ വന്നിട്ട് കഴിഞ്ഞാൽ നാളെ സോങ് ഷൂട്ടാണ്, ഇതാണ് സോങ് ലിറിക്സ് എന്ന് പറഞ്ഞ് ഞാൻ ലിറിക്സ് വായിച്ചു നോക്കിയിട്ട് എനിക്ക് ഇത് എന്തിനാണ് എൻ്റെ തന്നത് എന്നെനിക്ക് അറിയില്ല. ഞാനപ്പോൾ ഇത് മേടിച്ച് മടക്കി പോക്കറ്റ് ഇട്ട് രാവിലെ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ഞാനിതിങ്ങനെ തുറന്ന് റോക്കറ്റ് ഞാൻ ഇതെന്ത് ചെയ്യാനാണ്, ഞാനെടുത്ത് തിരിച്ചു വെച്ച് ഞാൻ അവിടെ ചെന്ന് ഫുൾ മേക്കപ്പ് ചെയ്ത്. അപ്പം ഇത് ഷൂട്ട് ചെയ്യുന്നത് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ്. ഈ കോളേജ് മുഴുവൻ കുട്ടികളിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫുൾ സോങ് ഷൂട്ടാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ജാക്കറ്റും മുടിയൊക്കെ ജെല്ല് ചെയ്ത് റെഡിയാക്കി കോളേജ് സ്റ്റുഡൻസ്. ഞാൻ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അജയൻ വിൻസൻ സാർ ക്യാമറ ആംഗിൾ ചെയ്ത് ലൈറ്റ് ഒക്കെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് അപ്പോഴാണ് ഞാൻ ഈ പാട്ട് കേൾക്കുന്നത്. ഞാൻ പാടേണ്ട ലിറിക്സ് എന്ന് പറഞ്ഞാൽ റോക്കറ്ററി നീലാം സ്ട്രോങ് മേലെ മാനത്തുള്ള മാമൻ വീട്ടിൽ ചെന്നേ പണ്ട് തപ്പുംകൊട്ടും തേരും കണ്ട വട്ടാരത്തിൽ കൈ തൊട്ടില്ലേ. ഇതിലാണ് ഞാൻ ഡാൻസ് ചെയ്യേണ്ടത് പാടിക്കൊണ്ട്. ഓക്കെ, അപ്പോഴാണ് ഞാൻ ആ പാട്ട് കേൾക്കുന്നത്. ഈ ലിറിക്സും ഈ പാട്ടായിട്ട് എന്ത് ബന്ധമാണുള്ളത് എനിക്കറിയില്ല. ഇതൊരു 7:30 മണിക്ക് തുടങ്ങിയിട്ട് 11:30 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ ജെല്ലൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നെറ്റിയൊക്കെ ടാനായി. മറ്റേ ക്യാമറമാൻ ഇങ്ങനെ ഇത് റോക്ക് എൻ്റെ ലിപ്സിങ്ക് പോവാണ്. അപ്പൊ സിനിമലൻ സാർ അയാള് പെർഫെക്ഷനിസ്റ്റ് ആണ്, അദ്ദേഹത്തിന് ഭയങ്കര പർട്ടിക്കുലർ ആണ് ഇതല്ല. അപ്പൊ സാർ ഇല്ല മോനെ ലിപ്പ് തെറ്റി, ഒന്നും കൂടെ ട്രൈ ചെയ്യും. അപ്പുറത്ത് ശാന്തി മാസ്റ്റർ നിന്നിട്ട് മോനെ സ്റ്റെപ്പ് തെറ്റി. അപ്പൊ ഞാൻ സ്റ്റെപ്പ് നോക്കുമ്പോൾ ലിപ്പ് പോവും. ഇതിങ്ങനെ മാറി 11:30 ആയപ്പോഴത്തേക്കും മാസ്റ്റർ നിന്നോട് ചോദിക്കുന്നത് നിനക്ക് ഈ 1, 2, 3 ആണോ പ്രശ്നം? ഞാൻ 5, 6, 7 പറയട്ടെ. അപ്പൊ ഞാൻ നിങ്ങളിനി ABCD പറഞ്ഞാലും എന്നെ കൊണ്ട് ഇത് പറ്റുന്ന തോന്നുന്നില്ല. എന്നെ ആദ്യത്തെ ഒരു സ്റ്റാൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ വിചാരം ഈ സോങ് ഷൂട്ട് തീർന്നെന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1.5 ദിവസം ഷൂട്ടുണ്ട്. എടോ ഞാൻ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചിട്ടുള്ള സമയമായിരുന്നു. അതിന് ഇപ്പോഴും എനിക്ക് ആ പേടിയുണ്ട്. രാത്രി കഴിഞ്ഞു പോകുമ്പോൾ നാളെ സോങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഡാൻസ് ഇല്ലാത്ത സോങ് ആണെന്ന് പറഞ്ഞാലും ശരി, ഒയ്യോ ഒരു ഫിയർ ഇവിടെ ഇങ്ങനെ പൊട്ടുകയല്ലേ. അല്ല എനിക്ക് അങ്ങനെ ആദ്യത്തെ ഒരു ഹാഫ് ഡേ പ്രശ്നമേ ഉള്ളൂ. കാര്യം ഇത് മനസ്സിലിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് ഡയറക്ടർ വന്നിട്ട് കിണറ്റി ചാടാൻ പറഞ്ഞാൽ ഞാൻ ചാടും. അത് കഴിഞ്ഞിട്ടേ ചോദിക്കുള്ളൂ ഇതിന് എന്താ സംഭവിക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ സിനിമ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ പുതിയൊരാളെ ഞാൻ പരിചയപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ സിനിമ ചെയ്യുവാണെങ്കിൽ ആ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ അയാൾ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും ഞാനായിട്ട്. ഞാൻ അയാളുടെ ഫ്രണ്ട് ആയിരിക്കും. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുമായിട്ട് ഞാനൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് സിനിമയ്ക്ക് ശേഷമുണ്ട്. പക്ഷെ അവൈലബിൾ ആയിരിക്കില്ല ഞാൻ. ഇപ്പം ഞാൻ കെട്ടിയിലാണ് എൻ്റെ മാലാക ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പ് പാർട്ടി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും, അത് ഓൾമോസ്റ്റ് നമ്മളൊരു 63 ഡേയ്സ് എന്തോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടിമാലിയിലായിരുന്നു എൻ്റെ പാക്കപ്പ് പാർട്ടി. നല്ലൊരു പാർട്ടി കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ എല്ലാവരും കൂടെ നിൽക്കുമ്പോഴത്തേക്ക് നിസാം മൈക്ക് എടുത്തിട്ട്, അപ്പോൾ ആസിഫ് അലി ഇതേ പോകുന്നു, ഇനി എപ്പോൾ കാണുമെന്ന് അറിയില്ല, എപ്പോൾ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത് എൻ്റെ ഭാഗത്ത് സംഭവിക്കും. പക്ഷെ ഞാൻ അന്ന് കണ്ടാലും എന്ന് കണ്ടാലും ഞാൻ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും. അപ്പോൾ അത് ലൊക്കേഷനിൽ എല്ലാവരെയും കംഫർട്ടബിൾ ആക്കി എല്ലാവരുടെയും കൂടെ നിന്ന് ആ സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ മൾട്ടി സ്റ്റാർ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളായിരിക്കില്ല. അത് എൻ്റെ സ്കൂൾ ഡേയ്സ് മുതലുള്ളൊരു ശീലമാണ്. എല്ലാവരുമായിട്ടും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് കാര്യം എനിക്ക് എൻ്റെ ഒരു
അത്ര വലിയൊരു ക്ലാരിറ്റി ഇല്ലാത്ത സമയത്ത് വർക്ക് ചെയ്തിരുന്ന കുറച്ച് ആളുകളുണ്ട്. അവരുടെ കൂടെ ഒന്നും കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇപ്പം എടുത്തു പറയണ അമൽ നീരദിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം. കാരണം ഞാൻ ബാച്ചിലർ പാർട്ടി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ ഞാൻ എലിജിബിൾ അല്ലായിരുന്നു. അപ്പം അതിൻ്റെതായ കുറേ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആഷിഖായി ഞാനും ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിന് അപ്പം അതിനുശേഷം ഞങ്ങൾ നീലവെളിച്ചം വരെയുള്ള സിനിമകളിൽ ഡിസ്കഷൻ വരികയും ഒക്കെ ചെയ്തിട്ടും സംഭവിക്കാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ അങ്ങനെ ഞാൻ കുറെ ആളുകളുടെ കൂടെ ഇനിയും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സപ്തമശ്രീയില് ആസിഫിന്റെ ഇൻട്രോ പൃഥ്വിയാണ് ഡയറക്ട് ചെയ്തത്. ആണാണ്. അത് പ്ലാൻ ചെയ്തത് ഷൂട്ട് ചെയ്തതും പൃഥ്വിയായിരുന്നു. മൂപ്പർക്ക് അത് വായിച്ചിട്ട് ആ സ്ക്രിപ്റ്റിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻട്രോ എൻ്റെ ആയിരുന്നു. അപ്പോൾ അത് അന്ന് മുതൽ മൂപ്പര് പറയേണ്ടത് ഇത് ഞാൻ ഷൂട്ട് ചെയ്യും എന്നുള്ളത്. പിന്നെ അനിലേട്ടനും അങ്ങനെ ഭയങ്കര ചില്ലായിട്ടുള്ള ഒരാളാണ്. മൂപ്പർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇത് കോസ്റ്റാർ എന്ന് പറയുമ്പോൾ എനിക്ക് പൃഥ്വി ഒന്നും ഒരിക്കലും കോസ്റ്റാർ അല്ല. എനിക്ക് അദ്ദേഹം സ്റ്റാറാണ്. അപ്പം ഞാൻ അന്ന് നമ്മൾ ലൊക്കേഷനിൽ വരുമ്പോൾ സ്വന്തമായിട്ട് വാനിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കൈനിൽ വരുന്ന ഇത്രയും സിനിമകൾ ചെയ്തിട്ടുള്ള സൂപ്പർ സ്റ്റാർഡമിലും തന്നെയാണ് പൃഥ്വി അന്ന് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരിക്കലും എനിക്കൊരു കോസ്റ്റാർ ആയിട്ടുള്ള കംഫർട്ട് ഒന്നും കിട്ടിയിട്ടെന്നല്ല, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചെല്ലും മൂപ്പര് നമ്മൾ സംസാരിക്കും, വാനിറ്റിയിൽ വന്നിരിക്കാനുള്ള ഫ്രീഡം ഒക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് എപ്പോഴും ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ മൂപ്പര് ഫ്രെയിം വെച്ച് ഞാൻ അദ്ദേഹത്തിന്റെ എക്സ്പെക്ടേഷൻസിലേക്ക് എത്തുമോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ രസമായിട്ട് വന്നു. അത് എല്ലാവരെയും കംഫർട്ട് ആയിട്ട് എല്ലാവരും ഫ്രണ്ട്സ് ആവണമെന്നുള്ള അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിരുന്നു. അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ അഭിനയിക്കാതിരിക്കുമ്പോ ഒരു അപ്പൊ കൂടുതൽ സിനിമ ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാ ഓരോ ക്യാരക്ടറിലേക്ക് കയറുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാ ക്യാരക്ടർ അല്ലെങ്കിൽ അഴിച്ചു വെക്കുന്നത് പുതിയ ഒരാളായി? അങ്ങനെ ഒരു സ്ക്രീൻ പ്ലേയിൽ ആ ക്യാരക്ടർ ഉണ്ട്, അത് മനസ്സിലാക്കി എടുത്താൽ മതി. എനിക്ക് അത്രയും എഫേർട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ പോയൊരു ആഴ്ച മാറി നിന്ന് പഠിച്ച് ചെയ്യേണ്ട അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ കൂമനിലെ ഗിരി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നതിന് 2 ദിവസം മുന്നേ വരെ ഞാൻ വേറെ ഷൂട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പക്ഷേ എനിക്ക് ഈ സ്ക്രിപ്റ്റ് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കും. എനിക്ക് എൻ്റെ അടുത്ത പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ കയ്യിൽ കൊണ്ടു നടക്കും. എന്നിട്ട് എല്ലാ ദിവസവും ഞാനിത് വായിക്കും. അപ്പം അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ക്യാരക്ടർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ എനിക്ക് ഇതുവരെ എനിക്ക് അത്ര വലിയൊരു പേടി ഫീൽ ചെയ്തിട്ടില്ല. പറഞ്ഞു തരരുത്. ഞാൻ അഭിനയിക്കുന്ന ചോയ്സസ് തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഇനി അത് പ്രൊഡ്യൂസ് അത് ആ ഒരു സെലക്ഷൻ എങ്ങനെയാണ്? ഈ റോഹിത്തിന്റെ സിനിമകള് ഭയങ്കര ഒരു ബാക്കിങ് സൈഡിലാണ്. പക്ഷെ അത് നമ്മൾ സക്സസ്ഫുൾ ആവണമെന്നില്ല. കാരണം ഭയങ്കര എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് റോഹിത് ചെയ്യുന്നത്. അത് എന്തെങ്കിലും പുതിയ, കാരണം ദൈവം സഹായിച്ച് നമുക്ക് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. ഇപ്പം എനിക്ക് യെസ് ഓർ നോ പറയാൻ പറ്റും ഒരു സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞാൽ. അപ്പം ഞാൻ യെസ് പറയുന്ന സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു പുതിയത് വേണം, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു ഐഡന്റിറ്റി വേണം എന്ന് ഉണ്ട്. അപ്പം രോഹിത്തിന്റെ കൂടെ സിനിമകൾ ഇപ്പോൾ ഇബിലിസ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതൊരു പുതിയ സിനിമയായിരിക്കും മലയാളത്തിൽ നിന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ടിക്കിടാക്ക എന്ന് പറഞ്ഞൊരു സിനിമയാണ് രോഹിത്തിന്റെ കൂടെ. അതും ഒരു പുതിയ സിനിമയാണ്. അപ്പം ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു പോയിന്റ് കഴിയുമ്പോൾ ഇതിന് ഈ ബിസിനസ് വൈസ് ഉണ്ടാകുന്ന കുറേ ചാലഞ്ചസ് ആണ്. പിന്നെ ഈ എക്സ്പെരിമെന്റ് ചെയ്യാതെ മാറി നിൽക്കാനുള്ളൊരു കാരണം ഉണ്ടായിരുന്നു. നമ്മൾ സിനിമ ചെയ്തിട്ട് അത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അത് പല രീതിയിലും പലരെയും ബാധിക്കും. ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് എൻ്റെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സും ഈവൻ വൈഫും ആണ് ഏറ്റവും കൂടുതൽ. വരെ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഭയങ്കര ഫേമസ് ആയൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു സിനിമ പൊട്ടുമ്പോൾ ഏറ്റവും അവസാനം അറിയുന്നത് അതിൽ ഹീറോ ആണെന്നുള്ളത്. ആ അവസ്ഥ എനിക്ക് വരരുത് എന്നുള്ള എനിക്കൊരു നിർബന്ധമുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് പറയുന്ന ജെന്യുവിനായിട്ട് തന്നെ ഓരോ കാര്യങ്ങളെടുത്ത് ഇന്ന ഏരിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ സിനിമ മൊത്തത്തിൽ ഇത്രയും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയി പോയി എന്നൊക്കെ പറയുന്ന ജെന്യുവിനായിട്ടുള്ള അഭിപ്രായം തരുന്നൊരു നല്ല സർക്കിളുണ്ട് എനിക്ക്. എന്നിട്ടും ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു. ഈ നമ്മൾ ഈ ഷുഗർ കോട്ടഡ് ലൈസും നമ്മളെ എല്ലാവരെയും സ്പോയിൽ ചെയ്യുമല്ലേ ഉള്ളൂ. അപ്പൊ എനിക്കത് പറയുമ്പോൾ കാര്യം ആദ്യം കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും എന്ന് ഓർത്തിട്ടാണ് ഇവർ പറയാതിരിക്കുന്നത്. പക്ഷെ അതിൽ കാര്യമില്ല, നമുക്കത് വലിയ വിഷമമാവുന്നതിനേക്കാൾ നല്ലതല്ല അങ്ങനെ പറയുമ്പോൾ. ഇപ്പം ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പം
സ്ക്രിപ്റ്റ് സെലക്ഷൻ എപ്പോഴും എൻ്റെയാണ്. ഞാനത് ഒരിക്കലും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. അപ്പോൾ ആ സിനിമ നന്നായാലും മോശമായാലും അത് എൻ്റെ തീരുമാനമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യാറില്ല. സ്ക്രിപ്റ്റ് ഞാൻ കേൾക്കും, എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കിട്ടിയാലും ഞാൻ ആ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കും. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേണ്ടാന്ന് വെക്കും. ഒരു പക്ഷേ ആ സ്ക്രിപ്റ്റ് വേറൊരാൾ ചെയ്യുമ്പോൾ അത് സൂപ്പർ ഹിറ്റാവും. പക്ഷെ ആ തീരുമാനം എൻ്റെ ആയിരുന്നു വേണ്ടാന്ന് വെച്ചത്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, വേറൊരാൾ ഉപദേശിച്ചുകൊണ്ടല്ലല്ലോ. അപ്പം അങ്ങനെ സംഭവിച്ച കുറേ സിനിമകളുണ്ട്. എന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടാതെ പോയ കുറേ നല്ല സിനിമകളുണ്ട്. ഇൻഡസ്ട്രിയിൽ ഒരു റോൾ മോഡൽ ഉണ്ടെങ്കിൽ ആരായിരിക്കും? അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒരാളായിട്ടില്ല. ഞാൻ എല്ലാവരുടെ അടുത്തു നിന്നും അവരുടെ നല്ല സൈഡ് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് എനിക്ക് വേറൊരാളെ പോലെ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ആസിഫ് അത്യാവശ്യം ഭയങ്കര എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. ചിലപ്പോൾ അതാണോ ഈ മൾട്ടി സ്റ്റാറേഴ്സ് കൂടുതൽ ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും? ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിനിടയ്ക്ക് മൾട്ടി സ്റ്റാർ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ആസിഫ് ആയിരിക്കും. അത് ആ ഒരു ഈ പേഴ്സണലി ഈ ഒരു നേച്ചർ ഉള്ളൂ. I'll make sure you are my friend. അതാണ് എൻ്റെ ഇക്വേഷൻ.